Hello dear students. അപ്പോൾ നമ്മൾ JEE Main ഫസ്റ്റ് സെഷൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. JEE Main എല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമുക്കറിയാം. കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് ഈ വർഷം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കൊന്ന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, പോയിന്റ് ചാർജിൻ്റെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, പിന്നെ നമ്മൾ കപ്പാസിറ്റേഴ്സിൽ ചാർജിങ് നടക്കുമ്പോൾ കപ്പാസിറ്റേഴ്സ്, ഷെയറിങ് ഓഫ് ചാർജസ്, എനർജി ലോസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷങ്ങളും ചോദിക്കുന്നതാണ്. അത് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യവും. അപ്പോൾ എല്ലാ എക്സാമുകൾക്കും ഏകദേശം 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ എല്ലാ എക്സാമുകൾക്കും ഏകദേശം 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസ് ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല. നമ്മൾ അതിൻ്റെ പ്രത്യേകത ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയും. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2. ഐഡൻറ്റിക്കൽ ചാർജിൻ്റെ പാർട്ടിക്കിൾസ് ഈച്ച് ഹാവിങ് എ മാസ് 10 gram ആൻഡ് ചാർജ് 2 × 10⁻⁷ കൂളം are placed on a horizontal table with a separation L between them such that they stay in limited equilibrium. If the coefficient of friction between each particle and the table is 0.25, find the value of L. അപ്പോൾ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. ജസ്റ്റ് ആ സെപ്പറേഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ആ ഇക്വിലിബ്രിയം നഷ്ടമാകും. അപ്പോൾ അതാണ് ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് 2 ചാർജുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ചാർജുകൾ അറ്റ് എ സെപ്പറേഷൻ, നമുക്ക് ആ ചാർജുകളെ പോയിന്റ് മാസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റി, ശ്രദ്ധിച്ചോണം. അപ്പോൾ ആ ചാർജുകളെ നമ്മൾ സർട്ടൺ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് L എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചാർജുകളും ഐഡൻറ്റിക്കൽ ചാർജസ് ആണ്. അപ്പോൾ ഇത് Q. അപ്പോൾ നമുക്കറിയാം അവർ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് കൺസിഡർ ചെയ്താൽ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ഈ റൈറ്റ് സൈഡിലുള്ള ചാർജിനെ റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് മോഷനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് തീർച്ചയായിട്ടും മോഷൻ്റെ ടെൻഡൻസി ഓപ്പോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ നമുക്കറിയാം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയത്തിൽ എന്ത് സംഭവിച്ചാൽ മതി? ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ബാലൻസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്കറിയാം ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്റ്റീവ്, നോർമൽ റിയാക്ഷൻ അതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എടുക്കുമ്പോൾ μ × നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ ഈ സിംപിളി വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമുക്കറിയാം 1/4πε0 Q²/L² വരും. അപ്പോൾ അതാണ് ജനറലി പ്രത്യേകത. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിരുന്നു കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുള്ള സെപ്പറേഷൻ L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്ന് L² ഇക്വേഷൻ L² ഈസ് ഈക്വൽ ടു 1/4πε0 Q²/μmg എന്ന് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/4πε0 നമുക്കറിയാം 9 × 10⁻⁹ വരും. ചാർജിൻ്റെ വാല്യൂ നമുക്ക് തന്നെ 2 × 10⁻⁷ ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 × 10⁻14 വരും. ഡിവൈഡഡ് ബൈ മ്യൂവിൻ്റെ വാല്യൂ 0.25 ആണ്. ഇൻറ്റു മാസിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 10 gram ആണ്. അപ്പോൾ 10 × 10⁻³ കിലോഗ്രാം വരും. അപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് L² ആണ്. എല്ലിൻ്റെ വാല്യൂ കാണാൻ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് 12 cm കിട്ടും. ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The charge on the capacitor is increased by 2 coulomb. Then the energy stored in it increased by 44%. The original charge on the capacitor in coulomb. Simple question ആണ്. നമുക്കൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു. അപ്പോൾ അതിലെ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എനർജി U ഈസ് ഈക്വൽ ടു Q²/2c ആണ്. നമ്മൾ ചാർജ് എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ചാർജ് 2 coulomb ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ എനർജി U' ഈസ് ഈക്വൽ ടു Q+2² എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് എനർജിയുടെ റിലേഷൻ. ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്തുവാ? എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ ഇൻക്രീസസ് ബൈ 44%. അപ്പോൾ ഫൈനൽ എനർജി U' എന്ന് പറയുന്നത് യുവിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ 40% കൂട്ടണം. അപ്പോൾ നമുക്കറിയാം U' എന്ന് പറയുന്നത് 1.44 U വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q+2² So 1.44 into U is Q²/2c is equal to Q+2² അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസ് മാറ്റുന്നില്ല. അപ്പോൾ 2c കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോവും. റൂട്ട് എടുത്താൽ 1.44ൻ്റെ റൂട്ട് 1.2 ആണ്. 1.2 Q is equal to Q+2 വരും.
സോ ക്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 0.2 ക്യൂ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ ക്യൂ ഈസിൽ 2/0.2 നമുക്ക് 10 കൂളംബ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനർജിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേഷൻ നടത്താവുന്നതേ ഉള്ളൂ, നമുക്കറിയാവുന്നതാണ്. പക്ഷേ മൂന്നാമത്തെ ചോദ്യം, എ ലോങ് സിലിണ്ടറിക്കൽ വോളിയം കണ്ടെയ്ൻസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ഓഫ് ഡെൻസിറ്റി റോ. The radius of the cylindrical volume is capital R. A charged particle Q revolves around the cylinder in a circular path. The kinetic energy of the particle is. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് ആ പടെ അല്പം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളൊക്കെ തന്നെ വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ലോങ് സിലിണ്ടറിക്കൽ റീജിയൻ കണ്ടുപിടിക്കാം. അതിൽ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ചാർജ് ഡെൻസിറ്റി റോ. നമുക്ക് ഇത്ര ഉള്ളൊരു ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള റോ ചാർജ് ഡെൻസിറ്റി യൂണിഫോം ആണ്. അത് സെൻറ്ററിൽ നിന്ന് ഔട്ട്സൈഡിൽ ആർ ഡിസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ നമുക്ക് ഗോസസ് തിയറം യൂസ് ചെയ്താൽ പോരെ. ഗോസസ് തിയറം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് എടുക്കാം. ചാർജിൻ്റെ ആക്സിസിനെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഓഫ് ലെങ്ത് എൽ റേഡിയസ് സ്മോൾ ആർ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഗോസസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഫ്രം ഗോസസ് തിയറം ക്ലോസ്ഡ് ഇൻറ്റിഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ക്ലോസ്ഡ് ഇൻറ്റിഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അപ്പോൾ നമുക്കിവിടെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ആർ അസ്യൂം ചെയ്തു. അപ്പോൾ ഞാൻ ആ സർഫസ് മാത്രം ഇങ്ങോട്ടൊന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നാ സംഭവിക്കും, ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് വരും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ് വരും നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ചാർജ് എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ സൈഡിലോട്ടും ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് വരും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിനെ നമുക്ക് 3 സർഫസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്രോസ് സെക്ഷണൽ ഏരിയ, അടുത്ത താഴത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇവിടെ നോക്കിയാൽ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ഇലക്ട്രിക് ഫീൽഡ് പാരലലാണ്. അപ്പോൾ ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ടു ദി സർഫസ് ദെൻ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് സർഫസ് ഈസ് ഡെഫിനറ്റ്ലി 0. With the same reason, flux associated with the surface is also 0. Here also electric field is parallel to the surface. അപ്പോൾ നമുക്ക് ഈ കർവ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ കർവ്ഡ് സർഫസിൽ കൂടെ മാത്രമേ നമുക്ക് ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ഇൻറ്റിഗ്രൽ ഇ ഡോട്ട് ഡി എസ് എടുക്കുമ്പോൾ ഇൻറ്റിഗ്രൽ ഇ ഡോട്ട് ഡി എസ് കർവ്ഡ് സർഫസിൽ മാത്രം എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും ഡി എസും ഒരേ ഡയറക്ഷനിൽ, ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്, ഏരിയ വെക്ടേഴ്സും റേഡിയലി ഔട്ട്വേർഡ്. അപ്പോൾ ഈ ഡി എസ് വരും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സിമെട്രിക്കൽ ആയതുകൊണ്ട് സിലിണ്ടറിക്കലിൻ്റെ കർവ്ഡ് സർഫസിൽ എല്ലാ സ്ഥലത്തും സെയിം ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെളിയിലെടുക്കാം. അപ്പോൾ ഇ ഇൻറ്റു ഇൻറ്റിഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ക്യൂബ് ബൈ എപ്സിലോൺ 0. ഇൻറ്റിഗ്രൽ ഡി എസ് നമുക്കറിയാം കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിൻ്റെ ലെങ്ത് നമ്മൾ എൽ എന്ന് വിചാരിച്ചാൽ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ നമുക്കറിയാം 2πRL ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 വരും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ക്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്യൂ കണ്ടുപിടിക്കുമ്പം ഈ ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കിയാൽ എൽ ലെങ്ത്തുള്ള ഗോസിയൻ സർഫസ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ എൽ ലെങ്ത്തുള്ള സിലിണ്ടറിക്കൽ റീജിയൻ്റെ ചാർജ് ആയിരിക്കും ഗോസിയൻ സർഫസിനകത്തുള്ളത്. അപ്പോൾ ചാർജ് ഡെൻസിറ്റി തന്നാൽ നമുക്കറിയാം ചാർജ് കാണാൻ വേണ്ടിയിട്ട് യൂണിഫോം ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എടുക്കണം. അപ്പോൾ നമുക്ക് ഇ ഇൻറ്റു 2πRL ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി റോ ഇൻറ്റു വോളിയം എടുക്കുമ്പം ക്യാപിറ്റൽ ആർ റേഡിയസ് ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ πr², നമ്മൾ ക്യാപിറ്റൽ ലെങ്ത്തിലുള്ള ചാർജ് ആണ് വരുന്നത്. അപ്പോൾ റോ ഇൻറ്റു πr²L ബൈ എപ്സിലോൺ 0 വരും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേം ക്യാൻസൽ ചെയ്ത് കളയാം. അവിടെ പൈ കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോയി, എൽ ക്യാൻസലായി പോയി. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ റോ r² ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 r എന്ന് വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത്തരമുള്ള ഒരു ചാർജ് നമ്മളിവിടെ വെച്ചാൽ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റേഡിയലി ഇൻവേർഡ് വരും.
അപ്പോൾ തീർച്ചയായിട്ടും ആ ഫോഴ്സ് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്ന തീർച്ചയായിട്ടും സർക്കുലർ മോഷൻ നടക്കും. അപ്പോൾ നമ്മൾ ആ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ ചാർജ് പോയെന്ന് വിചാരിച്ചാൽ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് നമുക്കറിയാം mv²/r ആണ്. ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q × E. അപ്പോൾ mv²/r ഈസ് ഈക്വൽ ടു റെവല്യൂഷൻ നടക്കുന്ന ചാർജ് Q × ഇലക്ട്രിക് ഫീൽഡ് E വരും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി ρr²/2 ε0 സ്മോൾ r. അപ്പോൾ സ്മോൾ r രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ആയി പോയി. സോ mv² ഈസ് ഈക്വൽ ടു Q × ρr²/2 ε0 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അപ്പോൾ ഇതിനൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ Q × ρr²/4 ε0 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അത് അറിയത്തില്ലെങ്കിൽ ഗോസ്സ് തിയറി അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ മെത്തേഡ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മെത്തേഡ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. നാലാമത്തെ ചോദ്യം, എ വെർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 4.9 × 10⁵ Nm/Coulomb just prevents a water droplet of mass 0.1 gram from falling. The value of charge on the droplet will be. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഒരു വാട്ടർ ഡ്രോപ്പ് നമ്മൾ എടുത്തു. അപ്പോൾ ആ വാട്ടർ ഡ്രോപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചാർജ് Q കാണും. അപ്പോൾ ആ ചാർജ് Q ഉള്ള വാട്ടർ ഡ്രോപ്പിൽ അതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യണ്ടേ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെ അപ്വേർഡ് വരണം. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ഡ്രോപ്പ് ആണെങ്കിൽ വെയിറ്റ് mg താഴോട്ട്, ഇലക്ട്രിക് ഫോഴ്സ് മുകളിലോട്ട് വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് വരും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് മുകളിലോട്ട് വരണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക് വരും. രണ്ട് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നമുക്കറിയാം താഴെ വീഴാതിരിക്കണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. സോ വെയിറ്റ് mg ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് കാണാൻ Q × E എടുക്കണം. സോ Q ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ E വരും. മാസ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കിയാൽ 0.1 gram ആണ്. അപ്പോൾ 0.1 × 10⁻³ വരും. ജിയുടെ വാല്യൂ 9.8 തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് 4.9 × 10⁵ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നോക്കിയാൽ 9.8/4.9 2 ആണ് വരുന്നത്. അപ്പോൾ 2ന്റെ ടേംസിലായിരിക്കും ആൻസർ. അപ്പോൾ ക്ലിയർ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 × 10⁻⁹ കൂളം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഫോംഡ് ബൈ 2 പ്ലേറ്റ്സ്. ഈച്ച് ഓഫ് ഏരിയ തന്നിട്ടുണ്ട്, സെപ്പറേഷൻ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഓഫ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് 3.6 × 10⁻⁷ volt/meter is filled between the plates. ഡൈലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി മീഡിയം ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3.6 × 10⁻⁷ volt/meter ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാതെ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. The maximum charge that can be stored on the capacitor without causing a dielectric breakdown is 7 × 10⁻⁶ Coulomb. The value of dielectric constant of the material is. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കപ്പാസിറ്ററിലെ ചാർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Q ഈസ് ഈക്വൽ ടു C × V. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള മീഡിയത്തിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K നമുക്ക് കണ്ടുപിടിക്കണം. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് നമുക്ക് D എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലുള്ള ചാർജ് Q, അടുത്തത് -Q എന്ന് വിചാരിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ε0 A/D ആണ് വിത്ത് എയർ. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ഉണ്ടെങ്കിൽ K ε0 A/D × V വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ. V/Dയുടെ വാല്യൂ, V/D എന്ന് പറഞ്ഞാൽ എന്തോ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ എടുത്താൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ K ε0 A × E വരും. അപ്പോൾ Kയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് Q / ε0 A × E എന്ന് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചാർജ് ഉണ്ട്, മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ആ ക്യൂവിന്റെ വാല്യൂ എടുത്താൽ എത്ര കിട്ടും? അത് തന്നിട്ടുണ്ട് 7 × 10⁻⁶. നമുക്ക് 1/4πε0 9 × 10⁻⁹ ആണ്. അപ്പോൾ 1/ε0 നമുക്ക് എങ്ങനെ എഴുതാം? 4π × 9 × 10⁻⁹ എന്ന് വരും. അപ്പോൾ നമുക്ക് 1/ε0 പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4π × 9 × 10⁻⁹ ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 30π cm² ആണ്. മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻⁴ വരും.
ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ 3.6 × 10⁻⁷ തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി വരും. 2.33 ആണ് വരുന്നത്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. QS CV പിന്നെ V/D എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. എ പോയിന്റ് ചാർജ് ഇസ് ബ്രോട്ട് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ദി വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് നിയർ ടു ദി ചാർജ് മേ ഇൻക്രീസ് ഇഫ് ദി ചാർജ് ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്കൊരു പോയിന്റ് ചാർജ് ഉണ്ട്, അതൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊരു പോസിറ്റീവ് പോയിന്റ് ചാർജ് വെറുതെ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് E ഉണ്ടെന്ന് വിചാരിക്കാം. ചാർജ് പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് വെറുതെ എടുത്തു. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് E എന്ന് വിചാരിക്കാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദിസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് C. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ചാർജ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പം മേ ഇൻക്രീസ്, മസ്റ്റ് ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും പറഞ്ഞൊന്നുമില്ല, മേ ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഈ പോസിറ്റീവ് ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അത് റൈറ്റ് സൈഡിലേക്കല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ റൈറ്റ് സൈഡിലേക്കുണ്ട്. പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് ചാർജ് Q പ്രൊഡ്യൂസ് ചെയ്താൽ റിസൾട്ടൻ്റ് ഫീൽഡ് എന്ന് പറയുന്നത് E+EQ ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫീൽഡ് ഇപ്പോൾ എന്നാ സംഭവിക്കും? കൂടും. ഇനി നേരെ തിരിച്ച് ഈ +Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അവിടെയുള്ള ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെറ്റ് ഫീൽഡ് കുറഞ്ഞേനെ. അപ്പോൾ അതുകൊണ്ട് കുറയാനും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മേ ഇൻക്രീസ് എന്ന് പറയുന്നതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. The net electric force on the dipole will not be 0. അത് നമുക്കറിയാം, അത് ശരിയാണ്. കാരണം ഡൈപോളിൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് +Q ഉണ്ടെങ്കിൽ അടുത്ത ചാർജ് -Q ആണ്. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ചാർജുകളിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആകാനുള്ള യാതൊരു സാധ്യതയില്ല നമുക്കറിയാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ടു. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 7th question, the 3 charges Q/2, Q/2 are placed at the corners AB and C of a square of side A. The magnitude of electric field at the center corner D of the square is. അപ്പോൾ ഒരു ചാർജ് Q/2, ഇവിടെ Q, ഇവിടെ Cയിൽ Q/2, Dയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എടുക്കുക, അതിൻ്റെ വെക്ടർ സം എടുത്താൽ റിസൾട്ടൻ്റ് ഫീൽഡ് കിട്ടും, നമുക്കറിയാം. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ആ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അത് Q/2 ആണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അത് Q ആണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അത് Q/2 ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. നമുക്കറിയാം സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ നമുക്ക് A ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും A√2 നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പം Aയിലുള്ള പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ തീർച്ചയായിട്ടും ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡാണ്, അത് റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ആ ഫീൽഡിനെ നമുക്ക് വെറുതെ EA എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത നോക്കിയാൽ ഈ Q/2 അടുത്തത് ഇവിടെ Cയിലുണ്ട്. അപ്പോൾ ആ Cയിലുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയാണ്? റേഡിയലി ഔട്ട്വേർഡ് വരും, അത് ഇവിടെ മുകളിലേക്കാണ്. അതിനെ നമുക്ക് വെറുതെ EC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത ഈ Q എന്ന് പറഞ്ഞ ചാർജ് Bയിലുണ്ട്, അത് Dയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ലൈനിൽ കൂടെ റേഡിയലി ഔട്ട്വേർഡ് വരും, നമുക്കറിയാം. ആ ഫീൽഡ് നമുക്ക് EB എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി സിമ്പിളാണ്. EA EC എടുക്കുമ്പോൾ ചാർജ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ EA EC മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതേപോലെ നോക്കിയാൽ EA ആൻഡ് EC ആർ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ EC ആണ് അല്ലേ. അപ്പോൾ വെക്ടർ EA പ്ലസ് വെക്ടർ ECയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ദേ ആർ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ √2 ടൈംസ് 1 ഓഫ് ദി ഫീൽഡ് ആണ് വരുന്നത്. ഇനി നോക്കിയാൽ EA EC സെയിം ആയതുകൊണ്ട് അവരുടെ റിസൾട്ടൻ്റ് ഫീൽഡ് അവരുടെ നടുക്കൂടെ പാസ് ചെയ്യും, അത് EBയുടെ ഡയറക്ഷനിലല്ലേ. കാരണം ഈ ആംഗിൾ 45 ആണത്, 45 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. EA പ്ലസ് ECയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് EBയുടെ ഡയറക്ഷനിലാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ടൻ്റ് മൂന്നാമത്തെ ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് D കാണാൻ √2 EC പ്ലസ് EB എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q/r² ആണ്. അപ്പോൾ 1/4πε0 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. √2 EC എടുക്കുമ്പോൾ നമുക്ക് ചാർജ് Q/2 ആണ്. ECയുടെ വാല്യൂ ആണെങ്കിൽ ചാർജ് Q/2 വരും.
സെപ്പറേഷൻ എ ആണപ്പോൾ ക്യൂ ബൈ ടു എ സ്ക്വയർ വരും. അടുത്ത് ഇ ബി എടുക്കുമ്പോൾ സെപ്പറേഷൻ എ ബൈ റൂട്ട് 2 ആണ്, ചാർജ് ക്യൂ ആണ്. ക്യൂ ബൈ ആർ സ്ക്വയറിൽ ആർ സ്ക്വയർ നമുക്കറിയാം, സ്ക്വയർ ചെയ്യുമ്പം എ സ്ക്വയർ 2 വരും. അപ്പോൾ ദാറ്റ് ഈസ് ക്യൂ ബൈ 4πε0 കോമൺ ആയിട്ട് എടുക്കുക, ഇത് 1/2 പ്ലസ് 1/√2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു √2 ഉണ്ടായിരുന്നു, അപ്പോൾ ആ √2 വിട്ടുപോയതാണ്, അപ്പോൾ 1/√2 വരും. അപ്പോൾ ക്യൂ ബൈ 4πε0 എ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം, 1/2 പ്ലസ് √2/2 1/√2 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എല്ലാം കൂടെ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇവിടെ ഓപ്പോസിറ്റ് ഫീൽഡ് വരാത്തത് കൊണ്ട് ഇതിനുള്ള പോസിബിലിറ്റി ഇല്ല. ഓപ്ഷൻ സിയും ഡിയും തെറ്റായിരിക്കും. കാരണം EAECയുടെ റിസൾട്ടുണ്ട് EBയുടെ ഡയറക്ഷനിലാണ് വരുന്നത്, അതെല്ലാം കൂടെ ആഡ് ചെയ്യപ്പെടുവാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കൽ എയും ബിയും മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം, ദി ചാർജ് ഓൺ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 15 മൈക്രോഫാരഡ് ഇൻ ദി ഫിഗർ ഗിവൺ ബിലോ ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹിയർ വി ഹാവ് 3 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. നമുക്കറിയാം കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ ചാർജ് സെയിം ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെച്ചിട്ട് ഇവരെ എല്ലാവരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്ലൈഡ് വോൾട്ടേജ് 13 വോൾട്ട്. അപ്പോൾ ഇവർക്കെല്ലാം ചാർജ് ക്യൂ സെയിം ആണ്. ആ സെയിം ചാർജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ എഫക്റ്റീവ് കപ്പാസിറ്റൻസിന് കിട്ടുന്ന ചാർജ് കണ്ടുപിടിച്ചാൽ മതി. സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, 1/C equivalent is equal to 1/C1 plus 1/C2 plus 1/C3 എടുക്കാം. C1 നമുക്ക് 10 മൈക്രോഫാരഡ് ആണ്, C2 15 ആണ്, C3 നമുക്ക് 20 ആണ്. അപ്പോൾ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് കാണുമ്പം ഇവിടെ 15 × 20 നമുക്ക് LCM ആയിട്ട് എടുക്കാം, ഡിവൈഡഡ് ബൈ ഇവിടെ 10 എടുക്കുമ്പോൾ 15 × 2 നമുക്ക് 30 വരും, പ്ലസ് 20 വരും, പ്ലസ് 15 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 20 ഡിവൈഡഡ് ബൈ നമുക്ക് 20 പ്ലസ് 30 50, 50 പ്ലസ് 15 65 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുമ്പം നമുക്ക് 5 കോമൺ ആയിട്ട് എടുത്താൽ 3 വരും, ഇവിടെ 13 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60/13 മൈക്രോഫാരഡ് വരും. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് മൈക്രോഫാരഡാണ്, ശ്രദ്ധിച്ചോണം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ചാർജ് ഓൺ ദി കപ്പാസിറ്റർ പ്ലേറ്റ് കാണാം. ചാർജ് കോമൺ കാണാൻ C ഇക്വലൻ്റ് × V എടുത്താൽ മതി. C ഇക്വലൻ്റ് 60/13 ആണ്, അപ്ലൈഡ് വോൾട്ടേജ് 13 ആണ്, 13 ക്യാൻസലായി പോകും. 60 മൈക്രോ കൂളമ്പാണ് ആൻസർ വരുന്നത്. കപ്പാസിറ്റൻസ് മൈക്രോഫാരഡിലാണ്, അതുകൊണ്ട് ചാർജ് മൈക്രോ കൂളമ്പിലായിരിക്കും. ആൻസർ ഓപ്ഷൻ എ. അടുത്ത പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പ്ലേറ്റ് ഏരിയ ആൻഡ് സെപ്പറേഷൻ D is equal to 2 മീറ്റർ ആണ്. അതിൻ്റെ കപ്പാസിറ്റൻസ് ഉണ്ട് 4 മൈക്രോഫാരഡ്. അപ്പോൾ 4 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ε0 A/D ആണ്. അപ്പോൾ സിക്ക് പകരം നമുക്ക് 4 കൊടുക്കാം. ε0 A/Dയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ ε0 A എന്ന് പറയുന്നത് 4 × 2 8 എന്ന് വരും. രണ്ടാമത് എന്തോ പറഞ്ഞിരിക്കുന്നത്, ഹാഫ് ഓഫ് ദി സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് എ ഡയലക്ട്രിക് മെറ്റീരിയൽ ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 3 കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡയലക്ട്രിക് മീഡിയം എടുക്കുമ്പം ഇവിടെ D/2 തിക്നെസ്സിൽ, അതായത് 1 മീറ്ററിൽ എയർ ആണ്, ബാക്കി 1 മീറ്ററിൽ K ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പുതിയ കപ്പാസിറ്റൻസ് കാണാൻ നമുക്കറിയാം, ε0 A ഡിവൈഡഡ് ബൈ എയറിൻ്റെ തിക്നെസ് 1 മീറ്റർ അതേപോലെ എടുക്കുക, പ്ലസ് 1 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K എടുക്കുക. അപ്പോൾ ε0 A ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/3 വരും. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ε0 A വരും. ε0 A എത്രയാണ്, 8 ആണ്. അപ്പോൾ 3/4 × 8, 8/4 2 × 3 6 മൈക്രോഫാരഡ് വരും. അപ്പോൾ ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ε0 A ഡിവൈഡഡ് ബൈ എയർ ഉള്ള മീഡിയത്തിന് തിക്നെസ് അതേപോലെ എടുക്കുക, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മീഡിയത്തിൻ്റെ തിക്നെസ് T/K എന്ന് എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ജനറലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ട മാർഗ്ഗം അതൊന്ന് പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യം, 2 capacitors C1 and C2 are connected as shown in figure. Initially, capacitor C1 is charged at a potential difference V volt by a battery. The battery is then removed and the charge on capacitor C1 is now connected to uncharged capacitor C2. By closing the switches, the amount of charge on the capacitor C2 after equilibrium is. അത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എടുത്തുള്ളൊരു കപ്പാസിറ്റൻസ് C1, അതിന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 കൊടുത്ത് ചാർജ് ചെയ്തു. അടുത്ത കപ്പാസിറ്റൻസ് C2, അതിന് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 കൊടുത്ത് ചാർജ് ചെയ്തു.
അതായത് 2 കപ്പാസിറ്റേഴ്സ് ആർ സെപ്പറേറ്റ്ലി ചാർജ്ഡ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് എന്നിട്ട് അവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തു. രണ്ടുപേരെയും കൂടെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവസാനം രണ്ടുപേർക്കും പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് മാറും. അപ്പോൾ ആ കോമൺ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗം നമുക്കറിയാം. കോമൺ പൊട്ടൻഷ്യൽ വി ഡാഷ് എന്ന് വിചാരിച്ചാൽ അത് C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന്. അതായത് സംഭവിച്ചിട്ടുള്ള രണ്ടുപേരും കപ്പാസിറ്റേഴ്സ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ചാർജ് C1 V1, ഇതിലുള്ള ചാർജ് C2 V2. പോസിറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് ടെർമിനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തു. ഫ്രം കൺസർവേഷൻ ഓഫ് ചാർജ് ടോട്ടൽ ചാർജ് കാണാൻ Q1 പ്ലസ് Q2 എടുക്കണം. അപ്പോൾ C1 V1 പ്ലസ് C2 V2 വരും. പിന്നെ അതിനെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 പ്ലസ് C2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ആ രണ്ട് കപ്പാസിറ്ററിന് കൂടെ കിട്ടുന്ന ടോട്ടൽ ചാർജ് കിട്ടിയാൽ ദ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എൻ എഫക്റ്റീവ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C1 പ്ലസ് C2. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാം, അത് ഓർത്തിരിക്കണം. പിന്നെ അതിൻ്റെ കൂടുതൽ എനർജി ലോസിൻ്റെ ഇക്വേഷൻ, നമ്മൾ വേറെ ക്വസ്റ്റനിൽ എനർജി ലോസിൻ്റെ ഇക്വേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എനർജി ലോസ് കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഫൈനൽ എനർജി, ഇനിഷ്യൽ എനർജി കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ എനർജി ലോസ് സോൾവ് ചെയ്താൽ ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ വരും. ഈ കോമൺ പൊട്ടൻഷ്യൽ കിട്ടിയാൽ നമുക്കറിയാം രണ്ടുപേരുടെയും ചാർജ് കാണാൻ വേണ്ടിയിട്ട് Q ഈസ് ഈക്വൽ ടു CV യൂസ് ചെയ്താൽ മതി. ഇത് ജനറലി ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കിയാൽ C1 ഈസ് ചാർജ്ഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, C2 ഈസ് അൺചാർജ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുത്താൽ കോമൺ പൊട്ടൻഷ്യൽ V ഡാഷ് കാണാൻ C1 ഇൻറ്റു അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്. C2വിനെ ചാർജ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 വരും. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. രണ്ടുപേർക്കും പൊട്ടൻഷ്യൽ സെയിം ആണ്, ആ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 വരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ C2വിന് കിട്ടുന്ന ചാർജ് Q2, C1ന് കിട്ടുന്ന ചാർജ് ഇക്വിലിബ്രിയത്തിൽ Q1, അത് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. കോമൺ പൊട്ടൻഷ്യൽ കിട്ടിയാൽ ചാർജ് Q2 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കപ്പാസിറ്റൻസ് ഇൻറ്റു പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു C1 V ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. C1 C2 V ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ആണ്. അസേഷൻ നോൺ പോളാർ മെറ്റീരിയൽസ് ഡു നോട്ട് ഹാവ് എനി പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ എനി പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ ശരിയല്ല. നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ എടുത്താൽ അതിന്റെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഒരു മോളിക്യൂൾ എടുത്താൽ അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പോൾ എല്ലാ മോളിക്യൂൾസിന്റെയും ഡൈപോൾ മൊമെന്റ് 0 ആകുമ്പോൾ റിസൾട്ടിന്റെ ഡൈപോൾ മൊമെന്റ് 0 വരും. അപ്പോൾ അസേഷൻ ശരിയാണ്. Reason when a non-polar material is placed on an electric field, center of the positive charge distribution of its individual atom or molecule coincides with the center of the negative charge distribution. തെറ്റല്ലേ? Non-polar molecules വെറുതെ എടുത്താൽ നമുക്കറിയാം in the absence of the external field, positive and negative charge centers coincides. പക്ഷെ നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളിത് വെച്ച് കഴിയുമ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ് ചാർജ് സെൻറ്ററിൽ ആ ഡയറക്ഷനിലൊരു ഫോഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് സെൻറ്ററിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് ചാർജ് സെൻറ്റർ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജ് സെൻറ്റർ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ പോളറൈസേഷൻ എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റീസൺ തെറ്റാണ്, അസേഷൻ ശരിയാണ്. അപ്പോൾ ആൻസർ നോക്കിയേ, അസേഷൻ കറക്റ്റ്, റീസൺ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Next, if a charge Q is placed at the center of a closed hemispherical non-conductive surface, total flux passing through the flat surface would be. The total flux passing through the flat surface കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കാണാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ഒരു സ്പിയർ നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു സ്പിയർ നമ്മളിങ്ങനെ അസ്യൂം ചെയ്താൽ 2 ഹെമിസ്ഫിയറിക്കൽ സർഫസുകൾ കൂടുന്നതാണ് ഒരു സ്പിയർ. നമ്മൾ ഇതേപോലെ താഴെ ഒരു ഹെമിസ്ഫിയറും കൂടെ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്പിയർ കിട്ടും. നമുക്ക് ആ സ്പിയറിൻ്റെ സെൻറ്ററിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാർജ് ക്യൂ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടാണ് ചാർജ് ക്യൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജ് ക്യൂ ഒരു സ്പിയറിനകത്ത് വെച്ചു. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി സ്പിയർ കാണാൻ ഗോസസ് തിയറം യൂസ് ചെയ്യാം. ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ക്യൂബ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമുക്കറിയാം ചാർജ് സെൻറ്ററിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ മുകളിലത്തെ ഹെമിസ്ഫിയറും താഴത്തെ ഹെമിസ്ഫിയറും അസ്യൂം ചെയ്താൽ ഫ്ലക്സ് ത്രൂ ദി ഹെമിസ്ഫിയർ ചോദിച്ചാൽ എത്രയായിരിക്കും? ഒരു ഹെമിസ്ഫിയറിലെ ഫ്ലക്സ് കാണുമ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്കറിയാം സ്പിയറിന് കിട്ടുന്ന ഫ്ലക്സിൻ്റെ പകുതി വരും. അപ്പോൾ അത് ക്യൂബ് ബൈ 2 എപ്സിലോൺ 0 വരും. അപ്പോൾ ഫ്ലക്സ് ത്രൂ ദി ഹെമിസ്ഫിയർ ചോദിച്ചാൽ നമുക്ക് ആൻസർ ക്യൂബ് ബൈ 2 എപ്സിലോൺ 0 ആണ്. പക്ഷെ നമ്മളോട് ചോദ്യം എന്താ? ഫ്ലാറ്റ് സർഫസിലെയാണ്.
അപ്പോൾ അവിടെ ചെറിയ പ്രശ്നമുള്ളത് നമുക്കറിയാം. ഫ്ലാറ്റ് സർഫസിലാണ് ഇലക്ട്രിക് ചാർജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ സർഫസിലെ പോയിന്റിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ സർഫസിന് പാരലൽ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആണെങ്കിൽ നമുക്കറിയാം ഫ്ലക്സ് എത്രയാണോ 0 വരും. അപ്പോൾ ആക്ച്വലി ഫ്ലാറ്റ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് എത്രയാണ് വരുന്നത്? അപ്പോൾ അത് 0 ആണ് വരുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് ദി ഫ്ലാറ്റ് സർഫസ്. പക്ഷേ ഈ ഹെമിസ്പെറിക്കൽ സർഫസിന്റെ ഈ കർവ്ഡ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് എടുത്താൽ എത്ര കിട്ടും? Q/2 ε0 കിട്ടും. എനിക്ക് തോന്നുന്നു അവിടെ ക്വസ്റ്റ്യൻ മാറിപ്പോയതായിരിക്കും. അവർ ഉദ്ദേശിച്ചത് ഈ കർവ്ഡ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് ആയിരിക്കും. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് Q/2 ε0 വന്നേനെ. പക്ഷേ ഇവിടെ ഫ്ലാറ്റ് സർഫസിൽ കൂടെയുള്ള ഫ്ലക്സ് 0 ആണെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കാണും നമുക്കറിയാം. അപ്പോൾ എനിവേ അതിൻ്റെ മെത്തേഡ് ഓഫ് സോൾവിങ് എന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 13ാമത്തെ ചോദ്യം. നമ്മൾ ആ ഡയഗ്രം കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 ചാർജുകളെ നമ്മൾ സിൽക്ക് ത്രെഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ B1, B2, B3യിലാണ് ചാർജസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചാർജ് Q ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q ഉണ്ട്. അപ്പോൾ നോക്കി ആ ചാർജുകളുടെ അറേഞ്ച്മെൻറ്റ് മാത്രം നമ്മൾ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ, അപ്പോൾ അതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ആ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലാണ് ചാർജുകൾ ഇരിക്കുക. അപ്പോൾ ഈ സൈഡ് ലെങ്ത് നമുക്ക് ജനറലി A എന്നങ്ങ് എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഓരോ ചാർജും തമ്മിലുള്ള ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ F = 1/4πε0 Q²/A² ഫ്രം കൂളംസ് ലോ. ഇനി ഒരു ചാർജിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കണം. ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രം എടുത്താൽ മതി. നമുക്ക് വെയിറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ റിസൾട്ടന്റ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോർണേഴ്സിനെ B1, B2, B3 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് B3യിലുള്ള ചാർജിലെ ഫോഴ്സ് കാണുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ഫോഴ്സാണ്? റിപ്പൾസീവ് ഫോഴ്സാണ്. റിപ്പൾസീവ് ഫോഴ്സ് ആകുമ്പോൾ B1, B3നെ B1ൽ നിന്ന് അകലേക്ക് പുഷ് ചെയ്യും. ആ ഫോഴ്സ് നമുക്ക് F എന്ന് വിചാരിക്കാം. B2ഉം B3യെ എന്ത് ചെയ്യും? അകലേക്ക് പുഷ് ചെയ്യും. ആ ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് F തന്നെയാണ്. കാരണം സെപ്പറേഷൻ സെയിം ആണ്, ചാർജസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. അപ്പോൾ 2 ഫോഴ്സുകൾ Q3ക്ക് B3യിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ 2 ഫോഴ്സുകൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ് FR എന്ന് വിചാരിച്ചാൽ അത് 2F × cos θ/2 എന്നാണ് പഠിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 2F × θ60 ആണ്. cos θ/2 cos 30 വരും. cos 30 നമുക്കറിയാം √3/2 ആണ്. ദാറ്റ് ഈസ് = F × √3 വരും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ് F√3 ആണ്. വേർ F ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ഈച്ച് ചാർജ്. നമ്മളോട് ചോദ്യം എന്തോ? റേഷ്യോ ഓഫ് ദി നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ്ഡ് ബോൾ ടു ദി ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 ചാർജ്ഡ് ബോൾസ്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് FR/F ആണ് കണ്ടുപിടിക്കേണ്ടത്. √3 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ്. √3:1 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്നതായിരിക്കും. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ കോർണേഴ്സിൽ ഐഡന്റിക്കൽ ചാർജ് വെച്ചാൽ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ് √3 × 1 ഓഫ് ദി ഫോഴ്സ് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് ആൻസർ സിംപിളി മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത 14ാമത്തെ ചോദ്യം. എ പാരലൽ പ്ലെയിൻ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. കപ്പാസിറ്റൻസ് ഓഫ് ദി അറേഞ്ച്മെന്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു ബാറ്ററി ഇവിടെ എല്ലാം കണക്ട് ചെയ്തിട്ടൊന്നും വിചാരിക്കണം. അപ്പം ഇങ്ങനെ ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ പ്ലേറ്റും ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്ലേറ്റുകൾക്കും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതുപോലെ ഈ 3 പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഓൾസോ ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ നോക്കിയാൽ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ പ്ലേറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ 3 കപ്പാസിറ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. സിമ്പിളാണ്. നമുക്ക് ഈ ഫസ്റ്റ് കപ്പാസിറ്റർ എടുക്കുമ്പം അത് നമ്മളെ സെപ്പറേഷൻ നമുക്ക് ഡയറക്റ്റ് B എന്ന് തന്നിട്ടുണ്ട്. അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റുകൾ നമ്മളെ സെപ്പറേഷൻ എടുക്കുക B+B+C നമുക്ക് 3B എന്ന് എടുക്കാം. അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റ്സുകൾ നമ്മളെ സെപ്പറേഷൻ 3B + 2B 5B എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1, അടുത്തതിൻ്റെ C2, അടുത്തത് C3. നമുക്ക് മാറ്റിയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C എന്ന് വിചാരിച്ചാൽ അത് C1 + C2 + C3 എടുത്താൽ മതി. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? ε0 A/D അല്ലേ. ഫസ്റ്റ് എടുക്കുമ്പോൾ ε0 A/ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് B ആണ്. അപ്പോൾ ε0 A/B വരും.
അടുത്ത എടുക്കുമ്പോൾ നോക്കിയാൽ ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് എ തന്നെയാണ് എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് 3b ആണ് വരുന്നത്. അടുത്ത എടുക്കുമ്പോൾ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് 5b വരും. അപ്പോൾ എപ്സിലോൺ 0 എ ബൈ ബി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ LCM എടുക്കുമ്പോൾ 5 × 3 15 വരും. അപ്പോൾ ഇവിടെ 15 + 5 + 3 വരും. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എപ്സിലോൺ 0 എ ബൈ 15b ഇൻറ്റു ബാക്കിയുള്ള ടേമാണ് എക്സ് ആയിട്ട് വരുന്നത്. എക്സ് എന്ന് പറയുന്നത് എത്ര? 15 + 5 20 + 3 23 വരും. അപ്പോൾ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 23 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റീവ്സിൻ്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. അടുത്ത 15th ക്വസ്റ്റ്യൻ ആണ്. എ ഫോഴ്സ് ഓഫ് 10 Newton ആക്ട്സ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. സിമ്പിൾ ആണ്. ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ നമുക്ക് അസ്യൂം ചെയ്യാം. വെറുതെ ചാർജ്ഡ് കപ്പാസിറ്റർ എടുത്താൽ നമുക്കറിയാം ഒരു പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അടുത്ത പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഐഡന്റിക്കൽ ആണ്. ഇപ്പോൾ ഇവിടെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ഇവിടെ -σ വരും. അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ ആണ് നമ്മളൊരു ചാർജ് ക്യൂ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പോസിറ്റീവ് ഷീറ്റ് ഓഫ് ചാർജ് നെഗറ്റീവ് ഷീറ്റ് ഓഫ് ചാർജ് പാരലലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരും. നമുക്കറിയാം ഒരു ഷീറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് E1 റൈറ്റ് സൈഡിലേക്ക് ചാർജിൽ നിന്ന് അകലേക്ക് വരും. നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് അങ്ങോട്ട് ടുവേർഡ്സ് ചാർജ് ആണ്. സോ ഹിയർ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഈസ് ഓൾസോ ടുവേർഡ്സ് റൈറ്റ്. സോ റിസൾട്ടന്റ് ഫീൽഡ് ബിറ്റ്വീൻ ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു E1 + E2. Instead of E1 we have σ/ε0. E2 is also σ/2ε0. So resultant field is σ/ε0. അപ്പോൾ ഓരോ ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് σ/2ε0 ആണ്. അപ്പോൾ റിസൾട്ടന്റ് ഫീൽഡ് ഈസ് σ/2ε0. സോ ഹൗ ക്യാൻ ബി ഫൈൻഡ് ദി ഇലക്ട്രിക് ഫോഴ്സ്? ഇലക്ട്രിക് ഫോഴ്സ് ഈസ് സിംപ്ലി Q × E. അത് നമുക്ക് തന്നിട്ടുണ്ട് 10 Newton ആണ്. ഇനി ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഈ വൺ ഓഫ് ദി കപ്പാസിറ്റർ ഈസ് റിമൂവ്ഡ്, വൺ ഓഫ് ദി പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ ഈസ് റിമൂവ്ഡ്. കപ്പാസിറ്റർ പ്ലേറ്റിൽ ഒരെണ്ണം റിമൂവ് ചെയ്തു. ഒരെണ്ണം റിമൂവ് ചെയ്താൽ പിന്നെ ആരുടെ ചാർജ് മാത്രമേ ഉള്ളൂ? ഒരെണ്ണത്തിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് E' ഈസ് ഈക്വൽ ടു E/2 വരും. അപ്പോൾ ഫോഴ്സ് F' ഈസ് ഈക്വൽ ടു Q × E', ദാറ്റ് ഈസ് QE/2 വരും. QE എത്രയാ? 10 ആ. അപ്പോൾ 10/2 പുതിയ ഫോഴ്സ് 5 Newton വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ നമുക്കൊരു ചാർജ് കപ്പാസിറ്റർ വെറുതെ ചാർജ് ചെയ്തു. അപ്പോൾ ഒരു പ്ലേറ്റ് വെറുതെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ അടുത്തുള്ള ഐസൊലേറ്റഡ് ചാർജ് ആയിരിക്കും. ഐസൊലേറ്റഡ് ചാർജ് ആകുമ്പോൾ ആ ചാർജ് അവിടെ തന്നെ റിട്ടൈൻ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പകുതിയാകും, ഫോഴ്സ് പകുതിയായിട്ട് മാറും. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത 16ാമത്തെ ചോദ്യം. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 50 പിക്കോഫാരഡ് ഈസ് ചാർജ്ഡ് ബൈ 100 വോൾട്ട് സോഴ്സ്. അപ്പോൾ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ നമുക്ക് C എന്ന് വിചാരിക്കാം. അതിനെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എന്ന് വിചാരിച്ചു. ദെൻ കണക്റ്റഡ് ടു അനദർ അൺചാർജ്ഡ് ഐഡന്റിക്കൽ കപ്പാസിറ്റർ. ഐഡന്റിക്കൽ കപ്പാസിറ്റർ നമ്മൾ എടുത്തു. അതിൻ്റെ ഇനിഷ്യൽ ചാർജ് 0 ആണ്. ഇനി അതിനെ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ചാർജ്ഡ് കപ്പാസിറ്ററും അൺചാർജ്ഡ് കപ്പാസിറ്ററും കൂടെ പാരലലായിട്ട് കണക്ട് ചെയ്തു. അതാണ് പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം അവസാനം രണ്ടുപേർക്കും എന്ത് സംഭവിക്കും? കോമൺ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യും. ഇപ്പോൾ ഇതിനകത്തുള്ള ചാർജ് Q1 എന്ന് വിചാരിക്കാം, ഇതിനകത്തുള്ള ചാർജ് Q2 എന്ന് വിചാരിക്കാം. കപ്പാസിറ്റൻസ് സെയിം ആണ്. ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എനർജി ലോസിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ എനർജി ലോസിൻ്റെ ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനർജി ലോസിൻ്റെ ഇക്വേഷൻ ½ C1 C2 ബൈ C1 + C2 × V1 - V2 ഹോൾ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ നോക്കിയാൽ C1 ഉം C2 സെയിം ആണ്. രണ്ടും ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. C എന്നെടുക്കാം. അപ്പോൾ C1 C2 C² വരും. ഇവിടെ C1 + C2 2C വരും. V1 - V2 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ, അടുത്ത ഇനിഷ്യലി അൺചാർജ്ഡ് ആണ്. അപ്പോൾ V1 തന്നെ കൊടുക്കാം, V2 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് V1² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു C ക്യാൻസൽ ആയി പോവും. C V1²/4 എന്ന് കിട്ടും. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിയുടെ വാല്യൂ 50 പിക്കോഫാരഡ് ആണ്. അപ്പോൾ 50 × 10⁻⁻12 വരും. അപ്ലൈഡ് വോൾട്ടേജ് 100 വോൾട്ട് ആണ് ഫസ്റ്റ് കപ്പാസിറ്റർ. അപ്പോൾ 100² 10⁻4 വരും, ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ 50/4 നമുക്ക് 12.5 വരും. 12.5 × 10⁻⁻8 വരും. അപ്പോൾ അത് 125 × 10⁻⁻9 ജൂൾ വരും. അപ്പോൾ 10⁻⁻9 അങ്ങ് കളഞ്ഞാൽ 125 നാനോ ജൂൾ വരും.
അപ്പോൾ ആൻസർ എത്രയാണ്? 125 നാനോ ജൂൾ ആണ്. 125 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനർജി ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത 17ാമത്തെ ചോദ്യം, 2 charges Q each are placed at a distance Q. A third charge is placed at a distance x from the midpoint on the perpendicular bisector. The value of x at which charge Q will experience maximum Coulomb force. അപ്പോൾ നമുക്ക് ഇത് അല്പം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അറിയത്തില്ലെങ്കിൽ നമ്മൾ അല്പം ഒന്ന് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 2 ചാർജുകളുണ്ട് Q. They are separated by a distance small d. അപ്പോൾ ക്യാപിറ്റൽ Q separated by a distance d. ഇനി അടുത്ത ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇവരുടെ സെൻട്രൽ കൂടെ നമ്മളൊരു ലൈൻ അസ്യൂം ചെയ്തു. ആ ലൈനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മൾ വേറൊരു ചാർജ് Q പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ്, നമുക്കറിയാം ഇത് d/2, ഇത് d/2 വരും. അപ്പോൾ ഈ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, ക്യാപിറ്റൽ Qയും സ്മോൾ Qയും തമ്മിലുള്ള സെപ്പറേഷൻ 2 കേസിൽ സെയിം ആണ്. അപ്പോൾ നമുക്ക് 6 എന്നങ്ങ് വിചാരിക്കാം. നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് ചാർജുകളാണ്. പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? റിപ്പൾസീവ്. വെറുതെ ചാർജ് Q തന്നാൽ അത് പോസിറ്റീവായിട്ട് എടുത്തോണം. അപ്പോൾ ഈ ക്യാപിറ്റൽ Qയും ഇവിടെയുള്ള സ്മോൾ Qയും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് റിപ്പൾസീവ് ആയതുകൊണ്ട് നമുക്കറിയാം ഡയറക്ഷൻ എടുക്കുമ്പം ഈ ക്യാപിറ്റൽ Q സ്മോൾ Qവിനെ അകലേക്ക് പുഷ് ചെയ്ത് നമുക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫോഴ്സ് നമുക്ക് F എന്ന് വിചാരിക്കാം. അതിൽ ഈ ക്യാപിറ്റൽ Q എന്ത് ചെയ്യും? Produces repulsion to this charge Q ആണ്. Again, thus repulsion is away from capital Q. That's also like this. Separation between the charges are same, therefore magnitude of forces are equal. Let us assume that this angle is theta, then this angle is also theta. So this angle and this angle are theta. So if you resolve this force into 2 components, one component F sin theta is towards right. For this force, F sin theta is towards left. Therefore, F sin theta will cancel each other and F cos theta will add together. Therefore, resultant force is simply 2F cos theta. ഇതിൻ്റെ F cos theta ആണ് സെയിം ഡയറക്ഷനിൽ വരെ. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദി ചാർജ് F dash is equal to 2F cos theta. That is the equation. That is 2 into F is 1/4π0 Q small q divided by r square. From Coulomb's law, force between the charges 1/4π0 Q1 Q2 by r square. That is the equation. Instead of cos theta, we can use adjacent side xr divided by hypotenuse r. So x by r. Thereafter, how can we write this r in terms of x and d? See, if we consider this right angle triangle, r is the hypotenuse, d/2 and x are the two sides. So from Pythagoras theorem, r is equal to root of x square plus d/2 square or x square plus d square by 4 whole raised to 1/2. That is r. So here r into r square r cube is there. So f dash is equal to 1/2π0 q small q x divided by r cube becomes x square plus d square by 4 whole raised to 3/2. R is x square plus d square by 4 whole raised to 1/2. R cube is there, therefore it is x square plus d square by 4 whole raised to 3/2. This is the equation of force. We got to find the distance at which force is maximum. Value of x at which force is maximum. നമുക്കറിയാം കണ്ടീഷൻ സിമ്പിൾ ആണ്. When f dash is maximum, which is changing with the x, then df dash divided by dx is equal to 0. F dash is given as a function of x. Therefore, when f dash is maximum, first derivative of f dash with respect to x is 0. That is a simple principle. F dash maximum or minimum, then its first derivative is 0. അത് നമുക്കറിയാം, അത് സിമ്പിൾ ആണ്, അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ 1/2π0 q into small q is a constant. അപ്പോൾ വേരിയബിൾ ഏതാണോ അതിനെ ഡിഫറൻഷ്യേറ്റ് 0 ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/dx ഓഫ് വേരിയബിൾ ആയിട്ട് വരുന്ന x/x square പ്ലസ് d square by 4 whole raised to 3/2 ആണ്. അപ്പോൾ ആ വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേഷൻ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് കാണാം d/dx ഓഫ് u/v എടുക്കുമ്പം കോഷ്യന്റ് റൂൾ അനുസരിച്ച് താഴെ നമുക്ക് v സ്ക്വയർ എഴുതാം, മുകളിൽ v ഇൻറ്റു du/dx minus u into dv/dx. That is the general equation. Here instead of u we have x and instead of v we have x square plus d square by 4 whole raised to 3/2. So അത് ചെയ്താൽ
താഴെ നമുക്ക് വി സ്ക്വയറിന് പകരം ഇതിൻ്റെ സ്ക്വയർ വരും. പക്ഷെ നമുക്കറിയത് 0 ആയതുകൊണ്ട് ഈ വി സ്ക്വയർ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിച്ചോളൂ, 0 ആയിക്കോളൂ. അതുകൊണ്ട് അത് ഞാൻ എഴുതുന്നില്ല. പിന്നെ വിക്ക് പകരം നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഹോൾ റൈസ് ടു 3/2 വരും. ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ഉണ്ട്. ഡി യു ബൈ ഡി എക്സിന് പകരം ഡി എക്സ് ബൈ ഡി എക്സ് ആണ്, അത് 1 വരും. മൈനസ് എക്സ്, നമുക്ക് യുവിന് പകരം എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വി എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഹോൾ റൈസ് ടു 3/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അത് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് ഫോമിൽ വരും. അപ്പോൾ 3/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഹോൾ റൈസ് ടു 3/2 മൈനസ് 1, അത് 1/2 വരും. 3/2 മൈനസ് 1 1/2 വരും. ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4നെ ഡിഫറൻഷിയേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്കറിയാം 2x വരും. ഡി ബൈ 4 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണെന്ന് പൊക്കോളും. അപ്പോൾ ഇൻറ്റു 2x വരും. ഇനി നമുക്ക് ആ മൈനസ് ടൈമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഹോൾ റൈസ് ടു 3/2 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ വരും. 3x സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 ഹോൾ റൈസ് ടു 1/2. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3/2 പവർ ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. പവറിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി സെയിം ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3/2 മൈനസ് 1/2 1 വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇനി എക്സ് സ്ക്വയർ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഡി സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ വരും. അപ്പോൾ എക്സ് കാണാൻ അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ ഡി ബൈ 4ൻ്റെ റൂട്ട് നമുക്ക് 2 വരും. ദാറ്റ് ഈസ് √2 ഇൻറ്റു എക്സ് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ 2 √2 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും ഡി ബൈ 2 √2 ആണ്. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അല്പം ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്പം നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്താണോ സോൾവിങ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ കാണാൻ പറഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ എടുത്ത് തിരിച്ച് ഫോഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം വാല്യൂ ഫോഴ്സ് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കടുത്ത 18ാമത്തെ ചോദ്യമാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ്, ദി ഇലക്ട്രിക് ഫോഴ്സ് ചേഞ്ചസ് ദി സ്പീഡ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ഹെൻസ് ചേഞ്ചസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി, whereas magnetic force does not change the kinetic energy of the charged particle. അത് ശരിയാണ്, നമുക്കറിയാം. ഇലക്ട്രിക് ഫോഴ്സ് ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അത് ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ആക്സിലേഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. എനിവേ സ്പീഡ് ഓഫ് ദി ചാർജ് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യും. പക്ഷെ നമുക്കറിയാം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. That force is always perpendicular to velocity. Therefore, power produced by the force and work done by the magnetic force is always 0. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിന് എന്ത് മാറ്റാൻ പറ്റുമല്ലോ? സ്പീഡ് മാറ്റാൻ പറ്റുമല്ലോ, ഡയറക്ഷൻ ഓഫ് മോഷൻ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ അത് ശരിയാണ്. വർക്ക് ഡൺ ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ ഓൾവേസ് 0, നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ്, ഇലക്ട്രിക് ഫോഴ്സ് ആക്സിലറേറ്റ്സ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. തെറ്റല്ലേ? പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണ്. അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. പെർപെൻഡിക്കുലർ എന്നുള്ള തെറ്റ്, അത് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ്. നമുക്കിവിടെ നേരെ തിരിച്ചു തന്നേക്കുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് ആക്സിലറേറ്റ്സ് മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. തെറ്റാണ്, നമുക്കറിയാം. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അസേഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് 1 ശരിയും സ്റ്റേറ്റ്മെന്റ് 2 തെറ്റുമാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, തെറ്റാണ്. ബോത്ത് ആർ ഇൻകറക്റ്റ്, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ആ 19ാമത്തെ ചോദ്യം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ. വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഐക്കാം. പൊട്ടൻഷ്യൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ, വൈയും ഇസഡും വേരിയേഷൻ ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ വെറുതെ മൈനസ് ഡി ബി ബൈ ഡി ആർ ആണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ എക്സിൻ്റെ വേരിയേഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് അത് മൈനസ് ഡി ബി ബൈ ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് എഴുതാൻ സിമ്പിളാണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 3x സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x 6x വരും. മൈനസ് 6x ഐ ക്യാപ്പ്. ഇത് നമുക്ക് ഏത് പോയിന്റിലാണ് കാണേണ്ടത്? 1 0 3. ഇവിടെ എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ. അപ്പോൾ എക്സിന് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഐ ക്യാപ്പ് വരും. യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ ആണ് നമുക്കറിയാം. അപ്പോൾ മൈനസ് 6 ഐ ക്യാപ്പ് അതുകൊണ്ട് ഡയറക്ഷൻ ഈസ് അലോങ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ. ദർഫോർ ആൻസർ ഈസ് 6 വോൾട്ട് പെർ മീറ്റർ ഡയറക്റ്റഡ് അലോങ് ദി നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഒക്കെ വിട്ടുപോയാൽ ആൻസർ തെറ്റിപ്പോയി ശ്രദ്ധിച്ചോണം.
അപ്പോൾ അത് നമുക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് എ മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 10 is connected across a battery and is charged. The dielectric slab is replaced by another slab of dielectric constant of 15. Then the energy of the capacitor will. അപ്പോൾ നമുക്കൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു. കപ്പാസിറ്ററിന് ഇടയ്ക്കുള്ള ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1 എന്ന് വിചാരിക്കാം. അപ്പോൾ ആ K1 നമുക്ക് തന്നിട്ടുണ്ട്. K1 ഈക്വൽ എത്രയാണ്? 10 ആണ്. ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് V. ഇനി ഡയലക്ട്രിക് സ്ലാബ് മാറ്റി 15 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആക്കി. അപ്പോൾ നമുക്ക് വേറെ യാതൊരു വ്യത്യാസമില്ല. ആ പടം നമ്മൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? ഫസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് വരുമ്പം ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K2 ആണ്. K2 10 പകരം എത്രയാണ്? 15 ആണ്. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ എന്നാ സംഭവിക്കും? ഇവിടെ നോക്കിയാൽ ഇവിടെ ബാറ്ററി സ്റ്റിൽ കണക്റ്റഡ്. ബാറ്ററി കണക്ട് ചെയ്താൽ എനർജി സ്റ്റോർഡിന്റെ ഇക്വേഷൻ എന്തുവാ? ഹാഫ് CV² ആണ്. അപ്പോൾ U ഈസ് ഈക്വൽ ടു ഹാഫ് CV². അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. സോ U ഈസ് പ്രൊപ്പോർഷണൽ ടു C. So U2 by U1 is equal to C2 divided by C1. When a dielectric medium is inserted between the plates, then capacitance C is equal to K epsilon 0 A by D. Here epsilon 0 A by D remains unchanged. So C is proportional to K. So C2 by C1 is equal to simply K2 by K1. K2 is 15 and K1 is 10. Therefore, U2 is equal to 15 by 10, that is 3 by 2. 3 by 2 U1. അപ്പോൾ എനർജി ഓഫ് ദി കപ്പാസിറ്റർ ഫൈനലി 3 by 2 or 1.5 times U1 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് U2 is equal to 1.5 U1. അപ്പോൾ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1.5 U1 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എത്രയാണ്? 50% ആണ്. അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കാണാൻ U2 മൈനസ് U1 ഡിവൈഡഡ് ബൈ U1 ഇൻറ്റു 100. U2 മൈനസ് U1 എടുക്കുമ്പോൾ 1.5 U1 മൈനസ് U1 0.5 U1 വരും. 0.5 U1 by U1 into 100, that is equal to 50% വരും. അപ്പോൾ ഇൻക്രീസസ് ബൈ 50% ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രദ്ധിച്ചോണം, ഡിക്രീസസ് എന്നുള്ളത് തെറ്റേ വരത്തുള്ളൂ. കാരണം കപ്പാസിറ്റൻസ് കൂട്ടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, അപ്പോൾ എനർജി കൂടത്തേ ഉള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ ഇത് സിമ്പിളാണ്. ആദ്യം കപ്പാസിറ്റൻസ് 10, അടുത്തത് 15 ആണ്. സോറി, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 15 10 ആണ്. അപ്പോൾ 10ന്റെ പകുതി കൂട്ടിയാൽ നമുക്ക് പുതിയ വാല്യൂ കിട്ടും. നോക്കിയേ, 10ന്റെ പകുതി 5 കൂട്ടിയാൽ നമുക്ക് പുതിയ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടും. അതിന് പ്രപ്പോർഷണൽ ആണ് എനർജി. അപ്പോൾ അതുകൊണ്ട് എനർജി ഇൻക്രീസ് ഓഫ് 50% എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ 100 milligram is thrown in opposite direction to a uniform electric field. അപ്പോൾ നമുക്കൊരു സ്ഥലത്തൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ഇനിഷ്യൽ വെലോസിറ്റി. Therefore, during the motion, velocity of the charge decreases and after some time its velocity reduces to 0. We have to find the distance traveled before coming to rest. So here electric field is constant, force is constant, so deceleration is constant. So to find the distance traveled, S is equal to V square minus U square by 2A. Here V is 0, so 0 minus U square minus 2A. Minus വരാൻ കാരണം എന്താ? ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ആക്സിലേഷൻ, സോ ആക്സിലേഷൻ നെഗറ്റീവ് എടുക്കാം. സോ എസ് ഈസ് ഇക്വൽ ടു യു സ്ക്വയർ ബൈ 2A. എ എന്തുവാ? ആക്സിലറേഷൻ. ആക്സിലേഷന് പകരം എന്ത് കൊടുക്കാം? ഫോഴ്സ് ബൈ മാസ്, എഫ് ബൈ എം. എഫ് എന്തുവാ? ക്യൂ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ചാർജ് തന്നിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എഫ് വി ക്യാൻ യൂസ് ക്യൂ ഇൻ ടു ഇ. അപ്പോൾ യു സ്ക്വയർ എം ബൈ 2 ഇൻറ്റു ക്യൂ ഇ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി നമുക്കുണ്ട് 200 m/s ആണ്. മാസ് 100 milligram ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 100 milligram ആണ്. അപ്പോൾ മില്ലിഗ്രാമിന് ഗ്രാമിനോട്ട് മാറ്റുമ്പോൾ 10⁻³ ഗ്രാം വരും. 10⁻³ ഗ്രാം അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ ഇൻറ്റു ഒരു 10⁻³ വരും. അപ്പോൾ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100 × 10⁻6 10⁻⁻4 കിലോഗ്രാം ആണ് മാസ് വരുന്നത്. ബാക്കി വാല്യൂസ് എല്ലാം നമുക്കുണ്ട്. 40 മൈക്രോ കൂളം ആണത്. 40 × 10⁻6 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ യുവിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നോക്കിയാൽ 200 m/s ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 4 × 10⁻4 വരും. മാസ് 10⁻⁻4 ആണ് വരിക. 2 × ചാർജ് 40 മൈക്രോ കൂളം, 40 × 10⁻⁻6 വരും. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 10⁻5 ആണ്.
അപ്പോൾ ആൻസർ നോക്കുമ്പോൾ നോക്കിയേ 4/40 4ൻ്റെ ടൈം പോയി, പിന്നെ 1/2 ആണ്, 0.5ൻ്റെ ടൈമിലാണ്. അപ്പോൾ എയും സിയും തെറ്റായിരിക്കും. ഇപ്പോൾ കാൽക്കുലേഷൻ നടത്തി നോക്കിയാൽ നമുക്ക് പവർ മനസ്സിലായപ്പോൾ 0.5 മീറ്റർ എന്ന ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ 2 പോയിന്റ് ചാർജസ് എ ആൻഡ് ബി ഓഫ് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി അപ്പാർട്ട്. ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡിൽ പോയിന്റ് ഓഫ് ബിറ്റ്വീൻ ദ ചാർജസ് ഈസ്. തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് 2 ചാർജുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ 2 ചാർജുകളിൽ ഒന്ന് +q ആണ്, അടുത്തത് -q ആണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അവർ നമ്മൾ സെപ്പറേഷൻ ഡി ആണ്. അപ്പോൾ അവരുടെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ ക്യൂവിൽ നിന്ന് d/2 -qവിൽ നിന്ന് d/2. നമുക്കറിയാം പോസിറ്റീവ് ചാർജിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് ഇൻ ബിറ്റ്വീൻ, ആ ലൈനിലെ എല്ലാ പോയിന്റിലും 2 പേരുടെ ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാണ്. പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് റൈറ്റ് സൈഡിലേക്ക്, നെഗറ്റീവ് ചാർജിന്റെ റേഡിയലി ഇൻവേർഡ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാണ്. അത് പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് വിചാരിക്കാം. അത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് 2 പേരുടെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് E1 + E2 എടുത്താൽ പോരെ. ഇനി നോക്കിയാൽ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ചാർജിൽ നിന്ന് പോയിന്റുകളിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ചാർജ് സെയിം അല്ലേ? അപ്പോൾ നമുക്ക് E1ഉം E2ഉം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ടൻ്റ് ഫീൽഡ് കാണാൻ 2 ടൈംസ് 1 ഓഫ് ദി ഫീൽഡ് എടുത്താൽ മതി. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് 2 × ഒരാളുടെ ഫീൽഡ് കാണാൻ 1/4πε0 q/r² എടുക്കണം. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നോക്കാം. 6.4 × 10⁴ ആണ്. 2 × 1/4πε0 9 × 10⁹ ആണ്. ചാർജ് ക്യൂവിന്റെ വാല്യൂ നമുക്കുണ്ട് 8 × 10⁻6 ഡിവൈഡഡ് ബൈ ഈ r എടുക്കുമ്പോൾ നോക്കിയാൽ സെപ്പറേഷൻ ഫ്രം ചാർജ് ടു ദി പോയിന്റ് d/2 ആണ്. r-ന് വരെ d/2 കൊടുക്കണം. അപ്പോൾ ഇവിടെ d²/4 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് ഡിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അത് നിയർലി 3 മീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഫീൽഡ് എടുക്കുമ്പോൾ ആക്സിയൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യരുത്. ആക്സിയൽ ഫീൽഡ് നമ്മൾ ജനറലി പഠിക്കുമ്പോൾ ചാർജുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ ഔട്ട്സൈഡിലെ ഫീൽഡാണ്. അതിവിടെ യൂസ് ചെയ്തേക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത 23ാമത്തെ ചോദ്യം. എ കപ്പാസിറ്റർ C1 തന്നിട്ടുണ്ട്, ചാർജുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. The battery is then removed and the charged capacitor is connected to an uncharged capacitor. When the switch is closed, charge flows between the capacitor at equilibrium charge on the capacitor C2. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു, അതൊരു അൺചാർജ്ഡ് കപ്പാസിറ്ററിലേക്ക് പാരലലായിട്ട് കണക്ട് ചെയ്തു. പാരലലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം 2 പേർക്കും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഇതിനൊരു ചാർജ് Q1 കാണും, ഇതിനൊരു ചാർജ് Q2 കാണും. ശരിയല്ലേ? പാരലൽ കോമ്പിനേഷനിൽ 2 പേർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ആ കോമൺ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പേ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്താണ്. C1V1 + C2V2 ഡിവൈഡഡ് ബൈ C1 + V2. നിങ്ങൾ നോക്കുക, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. സെയിം പ്രിൻസിപ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും പലതവണ ചോദിച്ചിട്ടുള്ളത്. അതായത് കപ്പാസിറ്ററിൽ തീർച്ചയായിട്ടും ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്താലും റെഗുലറായിട്ട് കപ്പാസിറ്ററിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ C1V1 നമ്മൾ എടുക്കുമ്പം C1ന്റെ വാല്യൂ ആദ്യം ചാർജ് ചെയ്ത കപ്പാസിറ്റൻസ് 5 മൈക്രോഫാരഡ് ആണ്. V1 30 ആണ്. അടുത്ത കപ്പാസിറ്റർ ഇനിഷ്യലി അൺചാർജ്ഡ് ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ C2 ഇനിഷ്യലി അൺചാർജ്ഡ് ആണ്. V2 0 വരും. ഡിവൈഡഡ് ബൈ C1 + C2 എടുക്കുമ്പോൾ 10 + 5 15 വരും. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ വീസിൽ 30/15 2 × 5 10 വോൾട്ട് വരും. അപ്പോൾ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ C2 സിമ്പിൾ അല്ലേ. പൊട്ടൻഷ്യൽ കിട്ടിയാൽ കപ്പാസിറ്റൻസിലെ ചാർജ് കാണാൻ C2 × V എടുത്താൽ മതി. C2 നമുക്ക് എത്രയാ 10 ആണ്. V എത്രയാ 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈക്രോ കൂളംബ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ 100 ആണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യനിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു, ശ്രദ്ധിച്ചോണം. അപ്പോൾ അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു യൂണിഫോംലി ചാർജ്ഡ് തിൻ ഷീറ്റ് ഉണ്ട്. ചാർജ് ഡെൻസിറ്റി σ+ ആണ്. അതിൽ നിന്ന് 2L ഡിസ്റ്റൻസിലും L ഡിസ്റ്റൻസിലും 2 പോയിന്റുകളിലെ ഇലക്ട്രിക് ഫീൽഡുകളാണ് E1 E2. അപ്പോൾ ആ E1 E2 കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എയും ബിയും എടുക്കും നോക്കി. E1 σ/ε0 ഇറ്റ് σ/2ε0. അടുത്തതിൽ നേരെ തിരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എയും ബിയും തെറ്റാന്ന് കാണുമ്പോഴേ മനസ്സിലാക്കണം. കാരണം എന്തുവാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് തിൻ ഷീറ്റ് ഓഫ് ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി സെപ്പറേഷൻ. അതുകൊണ്ട് L-ലും 2L-ലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്ഷൻ എയും ബിയും തെറ്റാണെന്ന് കാണുമ്പോഴേ മനസ്സിലാക്കാം.
ഇനി നമുക്കറിയാം ഒരു ഷീറ്റ് ഓഫ് ചാർജിൽ ഒരു സർഫസിൽ മാത്രമേ ചാർജ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സർഫസിൽ മാത്രം ചാർജ് ഉള്ളെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ σ/2ε0 വരും. അപ്പോൾ E1 E2 സെയിം ആണ്, σ/2ε0. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, കാണുമ്പോഴേ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. 25ാമത്തെ ക്വസ്റ്റൻ, ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി ഇൻ ബിലോ ഷോൺ ഇൻ ഫിഗർ ഈസ്. അപ്പോൾ നമുക്ക് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പ്രിൻസിപ്പിൾ നമുക്ക് അറിയാമെങ്കിൽ. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സിന്റെ കണക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ നിന്നൊരു 0 റെസിസ്റ്റൻസ് വയർ, ഈ കണക്റ്റീവ് വയറിന് റെസിസ്റ്റൻസ് 0 ആണ്, അതിവിടെ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റ് ഒരു സി എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചാൽ എയും സിയും കണക്റ്റഡ് ത്രൂ 0 വയർ റെസിസ്റ്റൻസ് ആണ്. ആ രണ്ട് പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള പോയിന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ എയും സിയും യഥാർത്ഥത്തിൽ ഐഡന്റിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ എ ഈസ് ഇക്വലന്റ് ടു സി ആണ്, കാരണം എയിലും സിയിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ നോക്കിയ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് കപ്പാസിറ്റർ ഞാനിവിടെ കൺസിഡർ ചെയ്തു. ആ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് നമ്മൾ എയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി, ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇവിടെ സിയിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം എന്തുവാ, ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ ഓരോ പ്ലേറ്റുകൾ ഈ വയറിൽ കൂടെ എയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റുകൾ എങ്ങോട്ട് കണക്ട് ചെയ്യാം, എയിലോട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് 8 മൈക്രോ ഫാരഡ് തന്നെയാണ്. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സിൻ്റെ ഓരോ പ്ലേറ്റുകൾ നമ്മൾ എയിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിയാൽ ഈ പോയിന്റ് ബി, ഇത് നമുക്കൊരു ഡി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഡിയും ഈ പോയിന്റ് ഇ എന്ന് വിചാരിച്ചാൽ ഡിയും ഇയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 0 വയർ റെസിസ്റ്റൻസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 അല്ലേ. അതിനിടയ്ക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ പോയിന്റ് ഒരിടത്തോട്ടും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ദേ ആർ സെറ്റ് ടു ബി ഇൻ ഷോർട്ട് സർക്യൂട്ട്. സോ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് സർക്യൂട്ടിൽ നിന്ന് പോയി, കാരണം അത് ഷോർട്ട് സർക്യൂട്ടറാണ്. അവർക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് കളയാം. പിന്നെ നോക്കിയാൽ ഈ ഇ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്ക് തുല്യമല്ലേ. അപ്പോൾ നോക്കിയാൽ ഈ എയിലോട്ട് കണക്ട് ചെയ്ത ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ അടുത്ത പ്ലേറ്റ് നമ്മൾ ഇയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോമൺ പോയിന്റ് ഇ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നോക്കി, ഈ രണ്ട് കപ്പാസിറ്റർ എടുത്താൽ അതിൻ്റെ ഓരോ പ്ലേറ്റുകൾ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ നമുക്ക് പോയി. പിന്നെ ഈ കപ്പാസിറ്റർ എടുക്കുക, ഈ കപ്പാസിറ്റർ ഒരു പ്ലേറ്റ് ഇയിലേക്കുണ്ട്, ഇതിൻ്റെ ഒരു കപ്പാസിറ്റർ ഇയിലേക്കുണ്ട്. അതായത് ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ അടുത്ത പ്ലേറ്റുകൾ ഇയിലോട്ട് കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് പോയി, അത് ഷോർട്ട് സർക്യൂട്ടഡാണ്. പിന്നെ ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റുകൾ നമ്മൾ ഇയിലോട്ട് കണക്ട് ചെയ്തു, ഇതിൻ്റെ ഒരു പ്ലേറ്റും ഇയിലോട്ട് കണക്ട് ചെയ്തു. ഇതൊക്കെ ഇയും ഡിയും സെയിം പോയിന്റ് അല്ലേ, കാരണം ഇയും ഡിയും സെയിം പൊട്ടൻഷ്യലാണ്, അവരെ ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് പോയി. പിന്നെ ഈ പോയിന്റിലേക്ക് നമ്മൾ ലാസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് 8 മൈക്രോ ഫാരഡ് ഉണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അറിയാമെങ്കിൽ കാണുമ്പോൾ ഇങ്ങനെയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 8 3 ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് പാരലലാണ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എല്ലാം കൂടെ കൂടണം. അപ്പോൾ 3 × 8 24 മൈക്രോ ഫാരഡ് വരും. അതിന് സീരീസുള്ള 8 മൈക്രോ ഫാരഡ് വരും. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, രണ്ട് കപ്പാസിറ്റേഴ്സ് 24 and 8 മൈക്രോ ഫാരഡ്സ് ആൻഡ് സീരീസ്. സോ C1 C2 by C1 plus C2 ആണ്. സോ 8 × 24 ഡിവൈഡഡ് ബൈ 24 plus 8 വരും. ദാറ്റ് ഈസ് 32. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് 8/32/8 നമുക്ക് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈക്രോ ഫാരഡ് വരും. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര കിട്ടും, 6 മൈക്രോ ഫാരഡ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, 2 മെറ്റാലിക് പ്ലേറ്റ്സ് ഫോം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് d. മെറ്റൽ ഷീറ്റ് ഓഫ് തിക്നെസ് d/2 ആൻഡ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദി ന്യൂ കപ്പാസിറ്റൻസ് ടു ദി ഒറിജിനൽ കപ്പാസിറ്റൻസ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് നമുക്ക് എയർ ആണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d ആണ്. പിന്നെ രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, ഈ d/2 തിക്നെസ്സിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു, മെറ്റൽ ഷീറ്റ് ആണ് ആഡ് ചെയ്ത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇൻ ബിറ്റ്വീൻ ഉള്ള റീജിയണിൽ ഹാഫ് ഓഫ് ദി റീജിയണിൽ നമ്മൾ ആരെ ഇൻസേർട്ട് ചെയ്തു, ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ് ആഡ് ചെയ്തത്. ഇവിടെ കണ്ടക്ടറാണ്. നമുക്കറിയാം കണ്ടക്ടർ ആകുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്ററിൽ ചാർജ് ചെയ്താൽ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ബാക്കിയുള്ള റീജിയനിൽ എയർ ആണ്, ശ്രദ്ധിച്ചോണം.
ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ നമുക്കറിയാം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇനിഷ്യൽ കപ്പാസിറ്റൻസ് സി എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം അത് ε0 A/d ആണ്. ഇനി പുതിയ കപ്പാസിറ്റൻസ് ε(c' എന്ന് വിചാരിച്ചാൽ നമ്മൾ ജനറലി പഠിച്ചിട്ടുണ്ട് ടി തിക്നെസ് ഉള്ള കണ്ടക്ടിങ് മീഡിയം ആഡ് ചെയ്താൽ ε0 A/d - t ആണ് ആൻസർ വരുന്നത്. കാരണം ടി തിക്നെസ്സിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോയി അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ε0 A/d - t വരും. അപ്പോൾ ഇവിടെ d - t എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? d/2 തന്നെയാണ്. t d/2 ആണ്. അപ്പോൾ d - d/2 d/2 വരും. അപ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു ε0 A/d വരും. ദാറ്റ് ഈസ് 2c ആണ്. അപ്പോൾ കണ്ടുപിടിക്കുന്നത് വാട്ട് വിൽ ബി ദി റേഷ്യോ ദി ന്യൂ കപ്പാസിറ്റൻസ് ദി ഒറിജിനൽ വാല്യൂ c'/c കാണണം. അപ്പോൾ അത് 2 ആണ്. അപ്പോൾ 2:1 വരും. അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ വേറൊരു ക്വസ്റ്റനിൽ ചെയ്ത ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ കപ്പാസിറ്റൻസ് കാണുമ്പം ഒന്നിലധികം മീഡിയങ്ങൾ സെപ്പറേഷൻ ഡിവൈഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ε0 A/T1/K1 + T2/K2 എന്നാണ് ഇക്വേഷൻ. ഇവിടെ അത് യൂസ് ചെയ്താലും ആൻസർ കിട്ടും ε0 A/T1 d/2 ആണ്. കണ്ടക്ടർ ആകുമ്പോൾ നമുക്കറിയാം ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ T1/K1 d/2/∞ 0 ആയി പോകും. T2 നമുക്ക് d/2 ആണ്. അവിടെ എയർ ആണ്. എയർ ആകുമ്പോൾ K2 1 ആണ്. അപ്പോൾ ε0 A/d/2 കിട്ടും. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. നമുക്കടുത്ത 27ാമത്തെ ചോദ്യം. 27 ഐഡന്റിക്കൽ ഡ്രോപ്സ് ആർ ചാർജ്ഡ് ടു 22 വോൾട്ട്. ദേ കമ്പൈൻ ടു ഫോം എ ബിഗ്ഗർ ഡ്രോപ്പ്. പൊട്ടൻഷ്യൽ ഓഫ് ദി ബിഗ്ഗർ ഡ്രോപ്പ് വിൽ ബി. അപ്പോൾ അത് നമുക്ക് ഫെമിലിയർ ക്വസ്റ്റൻ ആണ്. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. കുറേ ചാർജ്ഡ് ഐഡന്റിക്കൽ ഡ്രോപ്സ് നമ്മൾ എടുത്തു. എന്നിട്ട് അതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാക്കി? ഒരു ലാർജ് ഡ്രോപ്പ് ഉണ്ടാക്കി. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ജനറലി ഇക്വേഷൻ എഴുതുമ്പം ഇതുപോലത്തെ n ഐഡന്റിക്കൽ ഡ്രോപ്സ് ഉണ്ട്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ലാർജ് ഡ്രോപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. റേഡിയസ് ഓഫ് ഈച്ച് സ്മോൾ ഡ്രോപ്സ് സ്മോൾ ആർ ചാർജ് ക്യൂവ്. ലാർജ് ഡ്രോപ്പിൻ്റെ റേഡിയസ് ആർ ചാർജ് ക്യാപിറ്റൽ ക്യൂ. അപ്പോൾ ആ ഡ്രോപ്പ് നമ്മൾ എടുക്കുമ്പോൾ അത് കണ്ടക്റ്റിംഗ് ആയിട്ട് എടുക്കാം. ചാർജ് കൊടുത്താൽ അത് ഔട്ടർ സർഫസ് അക്യുമുലേറ്റ് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഈ ലിക്വിഡ് ഡ്രോപ്പിനെ കമ്പൈൻ ചെയ്ത് ലാർജ് ഡ്രോപ്പ് ആക്കുമ്പോൾ ഒരു പ്രത്യേകത, ഡ്രോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ലാർജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വോളിയം ഓഫ് n സ്മോൾ ഡ്രോപ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ജനറലി പ്രിൻസിപ്പിൾ. വോളിയം ഓഫ് ലാർജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് n സ്മോൾ ഡ്രോപ്സ്. ലാർജ് ഡ്രോപ്പിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? റേഡിയസ് ആർ ആണെങ്കിൽ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂ. n സ്മോൾ ഡ്രോപ്സിൻ്റെ വോളിയം n ഇൻറ്റു വോളിയം ഓഫ് 1 ഡ്രോപ്പ് ആണ്. n ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂ. 4/3 പൈ ക്യൂ ക്യാൻസൽ ആയിപ്പോയി. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു nr ക്യൂ. സോ ആർ ഈസ് ഈക്വൽ ടു n⁻⁴. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അറിയാവുന്നവർ ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ക്യാപിറ്റൽ ആർ ഈസ് n⁻⁴ പല ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സ്മോൾ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ വി നമുക്കറിയാം. സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇൻസൈഡിലും. അത് 1/4πε0 q/സ്മോൾ ആർ. ലാർജ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ എന്ത് ചെയ്യണം? 1/4πε0 ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ q/റേഡിയസ് ക്യാപിറ്റൽ ആർ. ടോട്ടൽ ചാർജ് ഓഫ് ദി ലാർജ് ഡ്രോപ്പ് എത്രയാണ്? ഫ്രം കൺസർവേഷൻ ഓഫ് ചാർജ് ഇവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടുന്ന ചാർജാണ് നമുക്ക് ലാർജ് ഡ്രോപ്പിന് കിട്ടുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് n ഇൻറ്റു സ്മോൾ ക്യൂ ആണ് വരുന്നത്. ശരിയല്ലേ? ക്യാപിറ്റൽ ആറിന് വരെ n⁻⁴ സ്മോൾ ആർ കൊടുക്കാം. അപ്പോൾ n/n⁻⁴ അത് n⁻⁴ n⁻²/3 വരും. സോ n⁻²/3 ഇൻറ്റു 1/4πε0 q/r. വാട്ട് ഈസ് 1/4πε0 q/r? സ്മോൾ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ അല്ലേ? സോ v' ഈസ് ഈക്വൽ ടു n⁻²/3 ഇൻറ്റു v. ഇതാണ് ജനറൽ ഇക്വേഷൻ. n ഐഡന്റിക്കൽ സ്മോൾ ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത് ലാർജ് ഡ്രോപ്പ് ഉണ്ടാക്കിയാൽ പൊട്ടൻഷ്യൽ ഓഫ് ദി ലാർജ് ഡ്രോപ്പ് v' n⁻²/3 ടൈംസ് v വരും. ഇനി n-ന്റെ വാല്യൂ നമുക്ക് എത്ര? നമുക്ക് 27 ഐഡന്റിക്കൽ ഡ്രോപ്സ് ആണ്. അപ്പോൾ n-ന് പകരം 27 കൊടുക്കാം. 27⁻² ഇൻറ്റു v നമുക്ക് 22 ആണ്. 27⁻² കാണാൻ ആദ്യം 27⁻⁴ ക്യൂബ് റൂട്ട് ഓഫ് 27 അത് 3 ആണ്. പിന്നെ അതിൻ്റെ സ്ക്വയർ എടുക്കുക. 3² 9 ആണ്. അപ്പം 9 ഇൻറ്റു 22 വരും. ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അത് സോൾവ് ചെയ്താൽ നമുക്ക് 198 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 198 ആണ്.
അപ്പം മനസ്സിലാക്കാൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അനലൈസിസ് നടത്തിയിട്ട് പഠിക്കുമായിരുന്നെങ്കിൽ വളരെ കുറച്ച് പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് കപ്പാസിറ്റേഴ്സിൻ്റെ ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, രണ്ട് കപ്പാസിറ്റേഴ്സ് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്തിട്ട് അവരെ കണക്ട് ചെയ്യുമ്പോൾ എനർജി ലോസ് കോമൺ പൊട്ടൻഷ്യൽ ചാർജിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയേനെ. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലൊക്കെ ഇക്വേഷൻ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഗോസസ് തിയറം എല്ലായ്പ്പോഴും പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാം എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി പഠിക്കുന്ന ആൾക്കാർ ഈ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.